ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ നമ്മളവിടെ പോവാം? അപ്പോൾ ചെറുതോണി വരെ പോവാം. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് ഐറ്റംസൊന്നും മേടിക്കാനുണ്ട്, ചെറിയൊരു സ്മോൾ ഷോപ്പിംഗ്. അപ്പം ഓരോരോ അപ്ഡേറ്റുകൾ വരുന്ന വഴിയെ നമ്മൾ അറിയിക്കും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ആൾക്കാർ കയറിപ്പോകേണ്ട സൺഡേ ട്രിപ്പൊന്നും അല്ല ഇത്. മാർച്ച് 5-ാം തീയതി അപ്പൂൻ്റെ അബിയുടെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം അബിക്കുട്ടൻ കൂടിയത് ചെണ്ടമേളത്തിനാണ്. അതിന് വേണ്ടിയിട്ടുള്ള നേരിയതും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് നമ്മളിറങ്ങി. പിന്നെ ഞായറാഴ്ചയാണ്, കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞു എല്ലാവരും പോരെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചേലച്ചോട് റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറയുടെ അവിടെ ഉണ്ടെന്ന് മോഹൻലാൽ പാറ എന്ന് പറയുന്നത്. ശരിക്കും മോഹൻലാലിൻ്റെ ഷേപ്പൊന്നുമല്ല, പക്ഷേ എവിടെ നിന്നൊക്കെയോ ഒരു ചെറിയൊരിതുണ്ട്. പിന്നെ കല്ലുമ്മേക്കല്ലെന്ന് പറയും കേട്ടോ. നമ്മുടെ ഇവിടെ വെയിലായതുകൊണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണങ്ങി പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. എനിക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ, ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അത് കാണുമ്പോൾ എനിക്ക് അതിനകത്ത് തീയിടാൻ തോന്നുന്നു. അതെന്തൊരു അസുഖമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ സാധാരണ എപ്പോഴും ചേലച്ചോട് കരിമൻറ്റ് ചെറുതോണിയാണ് പോയത്. ഈ പ്രാവശ്യം വേറൊരു സ്ഥലത്തൂടെയാണ് പോയത്. അത് ചേട്ടായി സർപ്രൈസായിട്ട് നമ്മളെ കൊണ്ടുപോയതായിട്ട്. ഞാനിതുവരെ പോകാത്ത റോഡാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു, വൈബായിരുന്നു. ഓക്കെ, നമ്മളിപ്പം ചേലച്ചോട് നിർത്തിയിട്ടിരിക്കുകയാണ്. ചേട്ടായി ഒരു സ്പീക്കർ കംപ്ലൈൻ്റ് അയക്കുക, അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ പോയിക്കുക. നമ്മൾ പോകാൻ പോകുന്നത് ചേലച്ചോടൊന്നല്ല, ചെറുതോണിക്കാണ്. ഇപ്പോൾ ഓൺ ദ വെയിലാണ് നമ്മൾ. എടിതേ പുള്ളിനെ അറിയുമോ? മുട്ടയാണോ? ഞാൻ എപ്പോഴും ചെറുതോണിക്ക് പോകുന്നൊരു റൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് കയറി നേരെ കീരത്തോട്, ചേലച്ചോട്, അവിടെ നിന്ന് കരിമ്പൻ തടിമ്പാട് നിന്ന് നേരെ ചെറുതോണി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ചേട്ടായി പോയത് നമ്മുടെ ചേലച്ചോട് സാന്തം സ്കൂളിൻ്റെ ആ പള്ളിയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട് കാണുന്ന റോഡുണ്ട്. ആ വഴി ഐ തിങ്ക് അതൊരു മുരിക്കാശ്ശേരി റൂട്ടാണെന്നാണ് ചേട്ടായി പറഞ്ഞത്. ഞാൻ ആ വഴി ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടായിക്ക് വഴിയൊക്കെ അറിയുമോ? ഇപ്പോൾ നമ്മൾ പോകാത്ത വഴി പോയി നമ്മൾ വല്ല കാട്ടിലും കുടുങ്ങി പോകുമെന്ന് ചോദിച്ചു. ചേട്ടായി ഇപ്പോൾ പറഞ്ഞു, കാണാത്തൊരു സ്ഥലം പോയി കാണാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നീ എന്നെ കുത്തി പറയുന്ന, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്നാണേലും സംഭവം സെറ്റ് അടിപൊളിയെ, നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ പാലം ഏതാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ഹൈറ്റിലുള്ള പാലമായിരുന്നു കേട്ടോ. കാരണം ഈ തെങ്ങൊക്കെ നമ്മുടെ നേരെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നേരെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലത്തിൻ്റെ ഒപ്പം ഹൈറ്റ് ഉണ്ടായിരുന്നു തെങ്ങിന്. കാരണം തെങ്ങിൻ്റെ ഏറ്റവും മണ്ടഭാഗമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കരിമ്പൻ വലിയ പാലമാണ് കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ബസ്സിൽ പോകുന്ന അതല്ല, ഇത് വേറെ കരിമ്പൻ പാലം എന്നാണ് ഇതിന് പറയുന്നത്. ഇതും നല്ല വലിയ പാലമായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വൈബ് അടിക്കാൻ തോന്നുമായിരുന്നു. അതുപോലെ നമ്മുടെ കല്ലാറൂട്ടി പുതിയമ്പാലം പോലൊരു സെറ്റ് സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ചെറുത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ചെറിയൊരു നേരിത് മാത്രം മേടിക്കാൻ പോകുന്നുള്ളെങ്കിൽ നമ്മളെല്ലാവരും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇവരുടെ കൂടെ പൈസയും ചിലവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞു ഒന്നും മേടിച്ച് തരുമൊന്നും വേണ്ട, പക്ഷെ ഞങ്ങൾ ചേട്ടായുടെ കൂടെ വന്നോളാം, നമുക്കും അതൊരു ഇതായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ എല്ലാ വൈഫുമാരും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയല്ല, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ മക്കളുടെ കൂടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സമയം. പക്ഷേ ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കടയിൽ വന്ന് നേരിത് മേടിച്ചു. അവിടെ ചെന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അവിടെ നമ്മൾ കയറി ചെന്നപ്പോൾ തൊട്ട് അവിടെയുള്ള ആൾക്കാർ ഒരുമാതിരി നോട്ടം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മേടിച്ചിട്ട് ഇങ്ങ് ഇറങ്ങി. ഇടുക്കിയുടെ മലനിരകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയുടെ മനോഹര ദൃശ്യം കണ്ടോ? ഉണ്ട്, നമ്മൾ അക്ഷയ പോകാൻ വന്നിട്ടില്ലേ. നമ്മൾ കടയിൽ കയറി ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഒരു നേരിയത് മാത്രം എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. കടയിൽ കയറി എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവരെ കാണാതെ ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം. ഇതാണ് ചെറുതോണി, കണ്ടിട്ടുണ്ടോ? അബിയുടെ ചെണ്ടയുടെ അരങ്ങേറ്റമാണ് അടുത്ത ദിവസം. 5-ാം തീയതി ഇവരുടെ ആനുവൽ ഡേ ആണ്.
അപ്പം അതിന് നേരിത് മേടിക്കാനാണ്, മുണ്ട് പോലത്തെ സാധനമല്ലേ, അത് മേടിക്കാനാണ് ഞങ്ങൾ വന്നത്. സാധാരണ വരുന്ന ഒരു റോട്ടിക്കോടും അല്ല ചേട്ടൻ. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരേ ഇതിൽ തന്നെ വന്നാൽ ബോറടിക്കുമല്ലോ എന്നും പറഞ്ഞ് ഏതൊക്കെയോ കാട്ടിക്കൂടെ കയറുന്നുണ്ട്. വഴി കറക്റ്റാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ചേട്ടൻ പറയുന്ന ഇവിടെ ചെന്ന് വഴി തീർന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഏതൊക്കെയോ കാട്ടിക്കൂടെ ഓട് വഴി കൂടെ സാഹസികമായി കുലുങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ചെന്നെത്തും. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും ചാടാതിരിക്കരുത്. അസംബ്ലി ഇടിക്കുമോ? ചാടി. എവിടെയോ ചാടിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ കറക്റ്റായിട്ടുള്ള ഏതോ ഒരു പാതയിൽ വന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതേതാ സ്ഥലം എന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. ഞാനായിരുന്നു ഫ്രണ്ടിൽ ഇരുന്ന്. ഈ അബി എന്നെ പറ്റിച്ചിട്ട് ചെറുതോണി വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇതേതോ സ്ഥലമാണ്. പെട്രോൾ പമ്പ്. കറക്റ്റ് റൂട്ടാ. പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മുടെ വഴി സൈഡിൽ ഇച്ചിരി പച്ചക്കറി കടയല്ല, ഐ തിങ്ക് കുടുംബശ്രീക്കാർ നടത്തുന്നതാണെന്ന് തോന്നുന്നു. നമ്മളവിടെ കയറി കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. ഇന്ന് ചെറുതോണിക്കും മറ്റും പോകുന്നുണ്ട്. ചേട്ടായി നമ്മുടെ ബഡ്ജറ്റിലുള്ള ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും മേടിച്ചില്ലായിരുന്നു. അപ്പം ഞാനും ചേട്ടായിയും നാത്തൂൻ്റെ കൊച്ചും കൂടെ ഇറങ്ങി കുറേ പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റ് കടകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും നന്നേ രീതിയിൽ വിലക്കുറവായിട്ട് എനിക്ക് തോന്നി. പച്ചക്കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് കൂർക്ക കിട്ടി. നമ്മുടെ ഇവിടെ കൂർക്കയ്ക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. അവിടെ ചേട്ടായി പറഞ്ഞ് എല്ലാ കടകളിലും അപേക്ഷിച്ചിട്ട് അവിടെ നന്നായിട്ട് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞു. അത് എത്രയാണെന്ന് കറക്റ്റ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം എല്ലാ ആഴ്ചയിലും സാധനങ്ങൾ വന്ന ചേട്ടായാണ്, ഞാനല്ല. അങ്ങനെ ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ കയറിയത്. എനിക്ക് മുന്നിനും പൊറോട്ട കഴിക്കാനുള്ള മൂടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിണങ്ങി. ഞങ്ങൾക്ക് ഷേക്ക് കുടിക്കാനുള്ള മൂടാ. ഞങ്ങൾക്കൊന്നും വേണ്ട പൊറോട്ടയും ബീഫിന്. ഞങ്ങൾക്ക് ഷേക്ക് മതി, പൊറോട്ട വേണ്ട. ഞാൻ ചെറുതോണിയിലുണ്ടായിരുന്നു. നമ്മൾ ആ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഞാനവിടെ നിന്ന് അവിടെ ചെന്ന് നിർത്തുന്ന ഞാൻ കണ്ടായിരുന്നു. ഇല്ല, റോയലുണ്ടായിരുന്നു അവിടെ. കണ്ടോ? എനിക്ക് പൊറോട്ട വേണ്ട. ഞാൻ പൊറോട്ട ഞാൻ തിരിഞ്ഞു. എനിക്ക് വേണ്ട. അപ്പം എനിക്ക് പൊറോട്ട കഴിക്കണം കൂടിയില്ല. ഇപ്പം അവിടെ ഷേക്കുണ്ടോ ചോദിച്ചേക്ക്. ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒന്നും ഞങ്ങൾക്ക് മേടിച്ച് തരണം എന്ന് പറയില്ല. ഞങ്ങൾക്കൊരു സാധനം വേണ്ടെന്നും പറഞ്ഞ് വലിയ ആളൊക്കെ കളിച്ചിരണം. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ നമ്മുടെ മക്കൾസല്ലേ, മക്കൾസ് വീട്ടിൽ നിന്ന് എത്ര കഴിച്ചിട്ട് പോന്നാലും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് വിശക്കും. പിന്നെ നമ്മളും ആ സൈഡിൽ കൂടെ അങ്ങ് പിടിക്കും. അങ്ങനെ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പൊറോട്ട ഒന്നും കഴിക്കാൻ മൂടില്ലായിരുന്നു. എനിക്ക് നല്ല ഷേക്ക് കുടിക്കാനായിരുന്നു മൂട്. കുറേ നാളുടെ ഇങ്ങനെ ഷേക്ക് കുടിക്കാൻ കുത്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് പൊറോട്ടയും ബീഫും എല്ലാം. മക്കളെ എങ്ങനെ നമ്മൾ സഹിക്കും? കേരള സ്റ്റോർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബീഫും പൊറോട്ട ഭയങ്കര ഫേമസ്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ട് വായിൽ വെള്ളം വന്നിരിക്കുമായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നാണക്കേടും ഒന്നും നോക്കില്ല, നാണം കിട്ടി ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. അത് ബീഫ് കറിയുടെ ആ ഗ്രേവി സെറ്റായിരുന്നു. എൻ്റെ അമ്മ എല്ലാം കൂടി ആയപ്പോൾ സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെൻ്റെ മുടി കണ്ടോ? അയ്യോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്ത് മുടിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ മൊട്ടയായിപ്പോയി. പിന്നെ ഞാനിത് ഷോട്ടിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. ഇതിൽ കറക്റ്റ് ഓടി എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. കാരണം ആ മനുഷ്യനെ ഒന്ന് റൊമാൻസ് ആക്കിയെടുക്കാൻ, ആ കയ്യിലൊന്ന് പിടിപ്പിക്കാൻ ഞാൻ പെട്ടപാട്. പക്ഷെ സോങ് ഇട്ടുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പം നമ്മൾ വീട്ടിൽ എൻ്റെ വായിൽ ഞാൻ എടുത്തടി നീ മേടിച്ചു തന്നെ തടി എൻ്റെ ഇല്ല. KSRTC ടയറിനകത്ത് വള്ളി ഇട്ട് വിടുന്നില്ല. അതിന് തുപ്പടി തന്നെ മുട്ടായി തടി തടി വെടിങ്ങി വിടുന്നേ. കൊണ്ട കുടങ്ങിട്ട് ഞാനിങ്ങനെ നടക്കും. എന്നോട് പറഞ്ഞ പോരാ, ഞാൻ ഇടൂലേ.